മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചു. ദുരിതങ്ങളും പേറിയുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദസ്തയേവ്സ്കി ചിന്തിക്കുന്നതാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. അല്ലെങ്കിൽ താനെന്തിനാണ് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പ്രാരബ്ധങ്ങൾ വലിച്ച് തലയിൽ വയ്ക്കുന്നത്? ഈയിടെ ഒരു പരിചയക്കാരൻ കളിയാക്കി, വയ്യാവേലികൾ വലിച്ച് തലയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഒരു മനോരോഗമാണെന്ന്. എതിർക്കാനും തർക്കിക്കാനും പോയില്ല. എന്തെല്ലാം കുഴപ്പങ്ങളുള്ള ഒരാളാണ് താനെന്ന് സ്വയം വിചാരിച്ച് ഒരു തമാശ കേട്ടാൽ എന്ന പോലെ ചിരിച്ചു. ഒന്നിനു പിറകെ ഒന്നായി തകർച്ചകൾ വന്നിട്ടും പ്രാരബ്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ എല്ലാം ഏറ്റെടുക്കുകയാണ് ദസ്തയേവ്സ്കി. കുടുംബത്തോടുള്ള സ്നേഹവും സഹോദര സ്നേഹവും ഉത്തരവാദിത്തങ്ങളും ഒന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിചയക്കാരൻ അദ്ദേഹത്തെ കളിയാക്കി, വയ്യാവേലികൾ വലിച്ച് തലയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഒരു മനോരോഗമാണെന്നാണെന്ന് ആര് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞത്. അദ്ദേഹത്തോട് എതിർക്കാനോ തർക്കിക്കാനോ ഒന്നും ദസ്തയേവ്സ്കി പോയില്ല. എന്തൊക്കെയോ കുഴപ്പമുള്ള ഒരാളാണ് താനെന്ന് സ്വയം വിചാരിച്ച് ഒരു തമാശ കേട്ടാലെന്ന പോലെ അദ്ദേഹം ചിരിക്കുക മാത്രം ചെയ്തു. വാസ്തവത്തിൽ തമാശയാണോ അത്? അല്ലെന്ന് തീർച്ചയുണ്ട്. എങ്കിലും ആലോചിച്ചു പോവുകയാണ്. മനുഷ്യന് എല്ലാ ചുമടുകളും ഇറക്കി വയ്ക്കാൻ ഒക്കുമോ? സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമാണോ? പരിചയക്കാരൻ കളിയാക്കിയത് ഒരു തമാശയായിട്ടാണ് അദ്ദേഹം എടുത്തത്. വാസ്തവത്തിൽ അത് തമാശയല്ല എന്ന് അദ്ദേഹത്തിന് തീർച്ചയുണ്ട്. എങ്കിലും അദ്ദേഹം ആലോചിക്കുകയാണ്, മനുഷ്യന് എല്ലാ ചുമടുകളും ഇറക്കി വയ്ക്കാൻ സാധിക്കുമോ? സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ബന്ധങ്ങളുടെ നൂലുകൊണ്ട് കെട്ടപ്പെട്ടതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം ശരിക്കും അർത്ഥപൂർണ്ണമാകുന്നത്. മേരിയയുടെ മകൻ പാഷയ്ക്കു വേണ്ടി പണം നൽകുന്നതും മരിച്ചുപോയ ചേട്ടൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും സംരക്ഷണ ചുമതല ഇദ്ദേഹം ഏറ്റെടുക്കുന്നതും എല്ലാം ദസ്തയേവ്സ്കി ജീവിതത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒന്നിനു പിറകെ ഒന്നായി പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കുന്ന ഇദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നാൽ അത് താനാകില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. എല്ലാ ചുമടുകളും ഇറക്കി വെച്ചൊരു ജീവിതം മനസ്സിൽ നന്മയുള്ളവർക്ക് സാധ്യമല്ല. ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ ദസ്തയേവ്സ്കി വെളിപ്പെടുത്തുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിയൊരു ജീവിതം തനിക്ക് സാധ്യമല്ല എന്നാണ് ദസ്തയേവ്സ്കിയുടെ കാഴ്ചപ്പാട്. ഒപ്പം നടക്കുന്ന ഒരു സ്നേഹിതനോടെന്ന പോലെ ദസ്തയേവ്സ്കി സ്വയം സംസാരിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം. മുഴുവനുമല്ല, അത് അസാധ്യമാണ്. എനിക്കങ്ങനെ സരളമായി പറയാൻ വയ്യാത്ത സംഗതികളുണ്ട്. ചേട്ടൻ മൈക്കിളിന് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്ന കാര്യം അറിയാമല്ലോ. എപ്പോക്ക്. അതൊരുമാതിരി പച്ച പിടിച്ച് വരികയായിരുന്നു. എൻ്റെ അധോതലക്കുറിപ്പുകൾ അതിലാണ് വെളിച്ചം കണ്ടത്. എൻ്റെ സാഹിത്യ ജീവിതത്തിൽ അതൊരു നാഴികക്കല്ലായിരുന്നു. ചേട്ടൻ കണ്ടേടുന്നൊക്കെ കടം മേടിച്ചാണ് മാസിക തുടങ്ങിയത്. കനത്ത നഷ്ടത്തിൽ പിന്നെ അത് നിർത്തേണ്ടി വന്നു. താങ്ങാൻ പറ്റാത്ത ഒരടിയായിരുന്നു അത് എല്ലാ അർത്ഥത്തിലും. അതോടെ ചേട്ടൻ വീണു. ഞാനപ്പോൾ മോസ്കോയിൽ ഭാര്യയുടെ അടുത്തായിരുന്നു. ഏതു നേരത്താണ് അവളെ മരണം അനുഗ്രഹിക്കുകയെന്നറിയാതെ ഞാൻ അവളുടെ അരികിൽ കാത്തിരിക്കുകയായിരുന്നു. കൂടെ നടക്കുന്ന ഒരു സ്നേഹിതനോടെന്ന പോലെ ദസ്തയേവ്സ്കി സ്വയം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് മുഴുവൻ പറയുക അസാധ്യമാണ്, സാധിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ മൈക്കിളിന് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് എപ്പോക്ക്. എപ്പോക്ക് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം പച്ച പിടിച്ച് വരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അധോതലക്കുറിപ്പുകൾ, അധോതലം എന്ന് പറഞ്ഞാൽ അടിത്തട്ട് എന്നർത്ഥം. അതായത് അദ്ദേഹം ആദ്യം എഴുതിയ ചെറിയ ചെറിയ രചനകളൊക്കെ വെളിച്ചം കണ്ടത് ഈ പ്രസിദ്ധീകരണത്തിലൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു അത്.
ചേട്ടൻ ഈ മാസിക തുടങ്ങിയത് പല സ്ഥലത്തു നിന്നും കടം വാങ്ങിയായിരുന്നു. പിന്നീട് കനത്ത നഷ്ടത്തിൽ ഈ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ മാസിക നിർത്തേണ്ടി വന്നു. താങ്ങാൻ പറ്റാത്ത ഒരടിയായിരുന്നു ദസ്തോയെവ്സ്കിക്ക് അത്. കാരണം അദ്ദേഹത്തിൻ്റെ രചനകൾ നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചം കണ്ടത് ആ മാസികയിലൂടെയായിരുന്നു. മാത്രമല്ല ചേട്ടൻ്റെ ഒരു വരുമാന മാർഗമായിരുന്നു അത്. ഈ സമയത്ത് ദസ്തയേവ്സ്കി മോസ്കോയിൽ ഭാര്യയുടെ അടുത്തായിരുന്നു. അതായത് ഭാര്യ അവിടെ അസുഖം ബാധിച്ച് കിടപ്പാണ്. മരണം എപ്പോഴാണ് അവളെ അനുഗ്രഹിക്കുക എന്നറിയാതെ അവളുടെ അരികിലിരിക്കുകയായിരുന്നു ഇദ്ദേഹം. ഓർത്തു നോക്ക്, ഭാര്യയുടെ മരണം കാത്ത് ഒരാൾ 12 മാസം അവളുടെ അരികിൽ നിസ്സഹായനായി ഇരിക്കുന്നത്. അവൾ മേരിയ എന്നെ അഗാധമായി സ്നേഹിച്ചു. ഞാൻ അവൾക്ക് അതേ അളവിൽ സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്തു. എന്നുവെച്ചാൽ അത്ര ഗംഭീരമായ ഒരു സ്നേഹത്തിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. കഷ്ടമതല്ല, എന്നിട്ടും ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അസുഖബാധിതയായ ഭാര്യയുടെ മരണം കാത്തയാൾ 12 മാസമാണ് അവളുടെ അരികിൽ നിസ്സഹായനായിരുന്നത്. ഭാര്യയുടെ പേര് മേരിയ എന്നായിരുന്നു. അവരെ ഏറെ സ്നേഹിച്ചു അദ്ദേഹം. തിരിച്ചവരും സ്നേഹിച്ചു. അതായത് ഗംഭീരമായൊരു സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് അവരവരുടെ ജീവിതം തുടങ്ങിയത്. പക്ഷേ എന്നിട്ടും സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിട്ടോ എന്ന് ചോദിക്കും. അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. മനസ്സിൻ്റെ മിഥ്യാധാരണകളും ചാബല്യങ്ങളും കൊണ്ട് ജീവിതം അവൾ ദുരിതപൂർണമാക്കി. എൻ്റെ ജീവിതം അവൾ ഏതോ ശാപം കൊണ്ട് നിറയ്ക്കുകയായിരുന്നു. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ടും എനിക്കവളെ വെറുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ അവളായിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശവക്കുഴിയിൽ അവളോടൊപ്പം എന്താണ് അടക്കിയതെന്ന് ഞാൻ അറിയുന്നത്. ആ നിമിഷം തൊട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ശൂന്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവമേ, അത്രമേൽ സ്നേഹിച്ച ഒരാളുടെ മരണം നമ്മുടെ ജീവിതത്തെ എത്ര നിശൂന്യമാക്കി തീർക്കുമെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. അതുകൊണ്ട് തീർന്നോ? ഇല്ല. 3 മാസം കഴിഞ്ഞ് ചേട്ടനും മരിക്കുന്നു. എന്ത് ഭീകരമായിരുന്നു അത്! എൻ്റെ ജീവിതത്തിൽ അവർ രണ്ടുപേരുടെയും സ്നേഹത്തിന് പകരം വയ്ക്കാൻ എന്താണുള്ളത്? ദസ്തയേവ്സ്കിയും ഭാര്യയും പരസ്പരം അത്രമേൽ സ്നേഹിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. അതിനു കാരണമായി അദ്ദേഹം പറയുന്നത് മേരിയയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്നാണ്. അവളുടെ മനസ്സിലെ ചില മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ തെറ്റായ ധാരണ, അതുപോലെ ചാബല്യം, അവളുടെ വിവേകമില്ലാത്ത പെരുമാറ്റം തുടങ്ങിയവ അവരുടെ ജീവിതം ദുരിതപൂർണമാക്കി. അദ്ദേഹത്തിൻ്റെ ജീവിതം അവൾ ഏതോ ശാപം കൊണ്ട് നിറയ്ക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടും ദസ്തയേവ്സ്കിക്ക് അവളെ വെറുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീയായിരുന്നു മേരിയ. അവളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ശൂന്യതയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. അത്രമേൽ സ്നേഹിച്ച ഒരാളുടെ മരണം നമ്മുടെ ജീവിതത്തെ എത്ര നിശൂന്യമാക്കി തീർക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞത് ഭാര്യയുടെ മരണശേഷമാണ്. മാത്രമല്ല 3 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചേട്ടനും മരിക്കുന്നു. വളരെ ഭീകരമായൊരു അവസ്ഥയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവർ രണ്ടുപേരുടെയും സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടനുണ്ടാക്കി വെച്ച കടങ്ങൾ, ചേട്ടൻ്റെ അനാഥമായ കുടുംബം എനിക്ക് കൈമലർത്താൻ ഒക്കുമോ? ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു. ദസ്തയേവ്സ്കി തിരികെ വീട്ടിലെത്തുമ്പോഴും നേരം പുലർന്നിട്ടില്ല. ഫെദോസ്യ ഉണർന്ന് അടുക്കളയിൽ എന്തോ ചെയ്യുകയായിരുന്നു. കോണിപ്പടികൾ കയറി മുകളിൽ ചെന്നു. സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് നെടുതായി നിശ്വസിച്ചു. വലതു കൈ സെറ്റിയിലിരുന്ന പുസ്തകത്തിൽ ചെന്നുമുട്ടി. നോക്കിയപ്പോൾ ബൈബിളാണ്. ഇന്നലെ എവിടെയാണ് ഇയ്യോബിനെ വായിച്ചു നിർത്തിയത്? അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു.
അപ്പം അതും കൂടി ആര് വീട്ടണം? ചേട്ടൻ്റെ മരണത്തോടു കൂടി ദസ്തയേവ്സ്കി ആ കടം കൂടി വീട്ടണം. അദ്ദേഹത്തിന് കൈമലർത്താൻ കഴിയില്ല. ചേട്ടൻ്റെ കുടുംബം അനാഥമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. ആ ചരടുകളെല്ലാം കൂടി കെട്ടിപ്പിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു. ഈ ഒരു ഭാഗം പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏത് ചരടുകളാണെന്നും അല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ എന്താണെന്നും എഴുതാനുള്ള ഒരു ചോദ്യമായിട്ടത് ചോദിക്കാറുണ്ട്. അതായത് ഈ വരികളിൽ തെളിയുന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതാവസ്ഥ വിശകലനം ചെയ്യുക എന്ന ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവാറ്. ദസ്തയേവ്സ്കിക്ക് കുടുംബവുമായിട്ടുള്ള ആത്മബന്ധവും അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥയും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണിത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരിയായുടെ മരണം, സഹോദരൻ മൈക്കിളിൻ്റെ മരണം, ഇതൊക്കെ അദ്ദേഹത്തെ തളർത്തുന്നു. ഭാര്യയെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് അവളുടെ മരണം അദ്ദേഹത്തിന് ഒരാഘാതമാകുന്നു. അതിൽ നിന്ന് മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മാത്രമല്ല സഹോദരൻ്റെ മരണശേഷം സഹോദരൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ സംരക്ഷണ ചുമതല ആര് ഏറ്റെടുക്കേണ്ടി വന്നു? ദസ്തയേവ്സ്കി ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ എമിലി വരുമ്പോൾ പൈസ കൊടുക്കണം. മാത്രമല്ല മേരിയയുടെ മകൻ പാഷ അല്ലേ, അവൻ വരുമ്പോഴും പൈസ കൊടുക്കണം. ബന്ധങ്ങളുടെ ചരടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നു. ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം പിടയുന്നു. ദസ്തയേവ്സ്കി തൻ്റെ യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോഴും നേരം പുലർന്നിട്ടില്ല. ഫെദോസ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ്. വേലക്കാരി ഉണർന്ന് അടുക്കളയിൽ എന്തോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നേരെ കോണിപ്പടികൾ കയറി മുകളിൽ പോയി സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് നെടുതായൊന്ന് നിശ്വസിച്ചു. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ ഒരുപാട് ചിന്തകളായിരുന്നു. ആ ചിന്തകളിൽ നിന്നൊക്കെ കുറച്ചു നേരം മുക്തനായ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. സെറ്റിയിലിരുന്ന പുസ്തകമെടുത്ത് നോക്കിയപ്പോൾ അത് ബൈബിളാണ്. തലേ ദിവസം എവിടെയാണ് ഇയ്യോബിനെ വായിച്ചു നിർത്തിയതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. തലേ ദിവസം വായിച്ചു നിർത്തിയിടത്ത് അടയാളം വെച്ചിരുന്നു. അവിടം തൊട്ട് വീണ്ടും വായിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇയ്യോബിനെ വായിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ശീലമായിരിക്കുന്നു. ആരാണ് ഇയ്യോബ്? ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ ചേർത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇതിലെ നായകനാണ് ഇയ്യോബ്. സമ്പന്നനായിരുന്നു, ദൃഢഗാത്രനായിരുന്നു ഇയ്യോബ്. യഹോവയുടെ അനുമതിയോടെ സാത്താൻ എല്ലാവിധത്തിലും ഇയ്യോബിൻ്റെ ഈശ്വരവിശ്വാസത്തെ പരീക്ഷിച്ചു. ദാരിദ്ര്യം, ദേഹം മുഴുവൻ വ്രണങ്ങൾ, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ എന്നീ അവസ്ഥകളിലും ഇയ്യോബ് യഹോവയെ തള്ളിപ്പറഞ്ഞ് കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ ഇയ്യോബിന് ദൈവം ഇരട്ടി സൗഭാഗ്യങ്ങൾ നൽകിയെന്നും സന്താനങ്ങളോടൊപ്പം അനേക വർഷം സന്തുഷ്ടരായി കഴിഞ്ഞ ശേഷം അദ്ദേഹം മരിച്ചുവെന്നുമാണ് കഥ. ഈ കഥയാണ് തലേ ദിവസം ആര് വായിച്ചു വച്ചിരുന്നത്? ദസ്തയേവ്സ്കി. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അദ്ദേഹം വീണ്ടും വായിക്കുന്നു. ദസ്തയേവ്സ്കിയുടെ സംഘർഷഭരിതമായ ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.